ശ്രീ ഗോപകുമാറാണ് ചെറുപ്പളശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ കേരളത്തെ ലക്ഷ്യമിട്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിന് പിന്നിൽ എന്താവും? നമസ്കാരം. നമസ്കാരം. എന്തായാലും ഞാൻ ഇന്നത്തെ ഒരു ക്യാപ്ഷൻ ഇന്ന് എടുക്കണ്ടാവുക അതിന്റെ തീർച്ചയായിട്ടും അതിന്റെ ഫുള്ള് ഇത് ന്യൂസ് 18 ചാനലിൽ തന്നെയാണ്. അല്ലാന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു ആക്രമണം, ആരോഗ്യമന്ത്രി ആക്രമിച്ചു പറഞ്ഞിട്ട് വലിയൊരു ശ്രീ ഗോപകുമാർ, അത് ഇനി പലരും അത് ആഗ്രഹിക്കുന്നുണ്ടാവും, ആ വിഷയം തന്നെ ചർച്ച ചെയ്യണമെന്ന്. ആ വിഷയം നമ്മൾ അത്തരം ഒരു ചർച്ചയിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു കാരണം കൂടി, ഈ ആരോഗ്യമന്ത്രിയുടെ നേരെ ഉണ്ടായ ആക്രമണത്തിൽ ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്നു. ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഉള്ളത് ആരോഗ്യമന്ത്രിയും ഇടതുപക്ഷവും അവകാശപ്പെടുന്നു. ദൃശ്യങ്ങൾ കുറേയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചിട്ടുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അത്ര ശാസ്ത്രീയ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ഇനിയും വരേണ്ടതാണ്. അങ്ങനെ നമുക്ക് ഇനി ആക്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഒരാൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നതിനപ്പുറത്തേക്ക് അയാൾ കള്ളം പറയുകയാണോ, അല്ലെങ്കിൽ ഇവർ ആക്രമിച്ചിട്ട് യഥാർത്ഥത്തിൽ ആ ദൃശ്യത്തിൽ കാണാതെ പോയതാണോ, അത്തരം വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ആധികാരികമായി ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയില്ല. അപ്പോൾ ഒരു ജനങ്ങൾക്ക് വേണ്ടി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ ആക്രമിച്ചെന്നും ആക്രമിച്ചില്ലെന്ന് രണ്ടഭിപ്രായം പറയാനല്ലാതെ ഏതാണ് ശരി തെറ്റ് എന്ന് നമുക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തൊരവസ്ഥ നിലവിൽ എന്തായാലും ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ ആ വിഷയത്തിലേക്ക് കടന്നത്. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അതാ പറഞ്ഞത്, അത് തീരുമാനിക്കാനും അതിൻ്റെതായിട്ടുള്ള ടേക്ക് എടുക്കാനും ന്യായമായും ഉണ്ട് ന്യൂസ് 18. ഇതെടുത്തതിന് കുഴപ്പമില്ല. ഇതിപ്പോ അത്രയും വലിയൊരു വിഷയമായിട്ട് എനിക്ക് എന്റെ ഇൻഡിവിജ്വൽ ഒരു അഭിപ്രായമാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഈ മറ്റേ സിനിമ ഒരു സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്, സെൻസർ ബോർഡ്. ആ സെൻസർ ബോർഡിന്റെ ഒക്കെ മേലെ ഹൈക്കോടതി ഇരുന്ന് തീരുമാനിക്കുകയാണ് ഇത് വർഗീയത പറയുന്ന സിനിമയാണ്, അതുകൊണ്ട് ഈ സിനിമ ഇപ്പൊ റിലീസ് ചെയ്യണ്ട. എന്നിട്ട് ഈ സിനിമ ഇനി റിലീസ് ചെയ്യത്തേ ഇല്ലേ? അതാണ് എന്റെ ഒരു ഡൗട്ട്. വർഗീയത പറഞ്ഞിട്ടില്ലേ കേരളത്തിൽ? നമ്മുടെ മുഹമ്മദ് മഞ്ചേരി നേരത്തെ വിളിച്ച് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ഞാൻ അദ്ദേഹം പറയുന്നത് ഞാൻ ശ്രദ്ധിക്കലുണ്ട് എപ്പോഴും. ഇന്നിപ്പോ മൂപ്പർ പറഞ്ഞ മുഹമ്മദ് മഞ്ചേരി പറഞ്ഞ് കേരളത്തിൽ ആരും അങ്ങനെ വർഗീയത പറഞ്ഞിട്ടോ വർഗീയത ചെയ്തിട്ടോ ഒന്നും ഒരാളും നേടാൻ പോകുന്നില്ല, ഒന്നും ഒരാൾ പറയുന്നുമില്ല. വർഗീയത കേരളത്തിൽ പറഞ്ഞിട്ടേ ഇല്ലേന്ന്. അങ്ങനെയല്ല ശ്രീ ഗോപകുമാർ, കേരളത്തിൽ വർഗീയത പറയുന്ന ഒരുപാട് പേരുണ്ട്, കേരളത്തിൽ വർഗീയത പറഞ്ഞിട്ടുണ്ട്, വർഗീയ കലാപമുണ്ട്. പക്ഷേ മറ്റേത് നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ പരിഗണിക്കാതെ സൗഹൃദങ്ങൾ പുലർത്തുകയും ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് പരസ്പരം ഉത്സവങ്ങളിൽ പങ്കെടുക്കുകയും ആഘോഷവേളകൾ പങ്കെടുക്കുകയും അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ തന്നെ ജാതിയുടെ വ്യത്യാസമില്ലാതെ ആളുകൾ ഒരേപോലെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന നാടാണ്. അതിൽ ദോഷങ്ങളില്ല എന്നോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകളില്ല എന്നോ അല്ല, മറ്റ് നാടുകളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നാട് തന്നെയാണ് കേരളം. മറ്റേ അത് നമ്മളിവിടെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് തോന്നി ഇക്കരെ നിൽക്കുന്നവൻ അക്കരെ പറ്റാന്നൊരു ചൊല്ലുണ്ടല്ലോ, അങ്ങനെയും കണക്കാക്കാം. പക്ഷെ അങ്ങനെ കണക്കാക്കാൻ കഴിയില്ല ശ്രീ ഗോപകുമാർ. നമുക്ക് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെ എടുത്തു നോക്കിയാലും ഈ കാര്യത്തിൽ കേരളം മുന്നിൽ തന്നെയാണ്. ഒരു മിനിറ്റ്, അതായത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പറ്റാന്ന് പറയുമ്പോൾ UP കാരൻ പറയുക ഞങ്ങളുടെ സംസ്ഥാനമാണ് സൂപ്പർ. കേരളത്തിൽ നോക്കൂ, അവിടെ രാഷ്ട്രീയക്കാർ പറയുന്നു വെള്ളാപ്പള്ളി നടേശന് അങ്ങനെ വർഗീയത പറയുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഹിന്ദു എന്ന പേപ്പറിന് വർഗീയതയായിട്ട് വാർത്ത കൊടുക്കുന്നു. എന്നിട്ട് ആ മുഖ്യമന്ത്രി ഈ നാൾ വരേക്കും കിരൺജിക്ക് അറിയും ആ വർഗീയത പറഞ്ഞ എന്താണ്. ഒരു ജില്ലേനെ പറ്റിയിട്ടാ പറഞ്ഞത്, കേരളത്തിലുള്ള ജില്ലയല്ലേ മലപ്പുറം ജില്ല. ശ്രീ ഗോപകുമാർ, അക്കാര്യത്തിലൊക്കെ വിശദീകരണം പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നൽകിയതാണ്. അങ്ങനെ ഒരു മറുപടി മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അതല്ല പറഞ്ഞത്. താങ്കൾ ഈ UPയുടെ ഉദാഹരണം പറഞ്ഞപ്പോൾ കേരളത്തിൽ ആരെങ്കിലും ഒരാൾ ഗോമാംസം കയ്യിൽ വെച്ചു എന്ന് കരുതി ആരെയും തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥയില്ല. കേരളത്തിൽ ദളിതായി എന്നതിൻ്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന ഒരവസ്ഥയില്ല. കേരളത്തിൽ ഈ തരത്തിൽ ഹിന്ദു ഗ്രാമങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോ ജാതിയുടെ ഗ്രാമങ്ങൾ അതിനപ്പുറത്തേക്ക് പോയാൽ നിങ്ങളെ കൈകാര്യം ചെയ്യും, കായികമായി കൈകാര്യം ചെയ്യും. അത്തരം അവസ്ഥകളൊന്നും കേരളത്തിലില്ല. അതെല്ലാം ഇപ്പോഴും UPയിലുണ്ട്. ഞാൻ സമ്മതിക്കുകയല്ലേ. കേരളത്തിൽ ദളിത് പെൺകുട്ടിയൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന് അങ്ങനെ പറഞ്ഞു പോവല്ലേ? UPയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണെന്ന് അങ്ങനെ പറഞ്ഞു പോവല്ലേ? കേരളത്തിൽ ഇപ്പോഴും 2 ദിവസം മുന്നേ കല്യാണം കഴിഞ്ഞൊരു വലിയൊരു പാട്ടുകാരന്റെ പേരിൽ കേസുണ്ട്, ദളിത് പെൺകുട്ടിയെ ഇത് പറ്റി പറഞ്ഞിട്ട്. അങ്ങനെ ദളിത് പെൺകുട്ടിയൊന്നും കേരളത്തിൽ അങ്ങനെ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞു പോലെ ഒരുപാട് കേസുകൾ കേരളത്തിലുണ്ട്. ശ്രീ ഗോപകുമാർ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കേരളം ഇതിൽ നിന്നെല്ലാം മുക്തമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ വർഗീയത കടുത്ത രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്, പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മറ്റേത് നാടുമായും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കേരളം അവരെക്കാൾ ബഹുദൂരം മുന്നിലാണ്. ഇപ്പൊ നേരത്തെ വിളിച്ച ഒരു സന്തോഷമാണെന്ന് വിചാരിക്കും എന്റെ ഓർമ്മ. ഞാൻ എല്ലാം സ്ഥിരമായിട്ട് ഇത് കാണുന്നു, കേൾക്കുന്നു, പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ അഭിപ്രായം വെച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ലാത്ത തരത്തിൽ തന്നെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കൂടി
പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തില് ഹിന്ദു വർഗീയതയുണ്ട്, മുസ്ലിം വർഗീയതയുണ്ട്, ക്രിസ്ത്യൻ വർഗീയതയുണ്ട്, ഇതിലെല്ലാവരും വർഗീയവാദികളും ഉണ്ടെന്ന് പറഞ്ഞു സന്തോഷ്. അതേമാതിരി പറയുകയാണ് പേരാണ് കേരള സ്റ്റോറി. ഇവിടെയുള്ള ആളല്ലല്ലോ സിനിമ സംവിധാനം ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആളല്ല സംവിധാനം ചെയ്യും, യു പി വടക്കുന്ന ഉള്ള ആള് സംവിധാനം ചെയ്ത കേരള സ്റ്റോറി എന്ന് പേര് വെച്ചതാണ് കുഴപ്പം. കേരള സ്റ്റോറി സിനിമയ്ക്ക് പേര് വെച്ചതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ജനനായകൻ എന്ന സിനിമയ്ക്ക് എന്താ കുഴപ്പം? ശ്രീ ഗോപകുമാർ, കേരള സ്റ്റോറി എന്ന് പേര് വെച്ചതല്ല പ്രശ്നം. കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തിൽ അതിന്റെ ടീച്ചർ പുറത്തു വന്ന് താങ്കൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾ കണ്ടിരുന്നോ ടീച്ചർ? കേരളക്കാരനല്ല, താങ്കൾ ആ ടീച്ചർ കണ്ടിരുന്നു? കേരള സ്റ്റോറി എന്നുള്ള പേരില് വന്നത് ഒരു വലിയ വിഷയമായിട്ട് എടുക്കുകയാണെന്നെങ്കിൽ അങ്ങനെ ഓക്കെ. സിനിമയാണെന്ന് സിനിമയെ സിനിമയായി കണ്ടുകൂടെ? കള്ളം പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ശ്രീ ഗോപകുമാർ? അവർ കേരളത്തിൽ ആരെങ്കിലും ബീഫ് കഴിക്കാത്ത ആളുകളെ വായിൽ ബീഫ് കുത്തിക്കയറ്റി നിങ്ങൾ ബീഫ് കഴിക്കാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ബീഫ് കഴിക്കുന്ന ആളുകളാണ്. അവർ സന്തോഷത്തോടു കൂടി കഴിക്കുന്നതാണ്. അല്ലെങ്കിൽ കഴിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്കും അവകാശമുണ്ട്. അയാളുടെ വായിൽ ആരെങ്കിലും കുത്തിക്കയറ്റുമോ? അല്ല, ഇതിപ്പോ കിരൺജി പറയുന്നു കള്ളം പറയുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ എന്ന് ചോദിച്ചില്ലേ? അതിൽ തന്നെ പറയാം ഞാൻ, കള്ളം പറയുന്നതിന് ലിമിറ്റ് ഉണ്ട്. സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി, റിയൽ ആയിട്ട് കാണേണ്ട കാര്യമില്ല. റിയൽ ആയിട്ട് മാത്രം കാണേണ്ട കാര്യമാണ്, റിയൽ ആയിട്ട് കാണേണ്ട കാര്യമില്ല. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ സിനിമ എന്തായാലും ശ്രീ ഗോപകുമാർ അങ്ങനെ സതുദ്ദേശത്തോടെ എടുത്തൊരു സിനിമയാണ് കേരള സ്റ്റോറി 2 എന്ന് തൽക്കാലം കാണാൻ കഴിയില്ല. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തിന് നന്ദി. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ കേരളം മെച്ചപ്പെട്ട ഒരു സംസ്ഥാനത്തെ മോശക്കാരായ ആളുകളുടെ, വർഗീയവാദികളുടെ, തീവ്രവാദികളുടെ ഒക്കെ നാടാണ്, ഇവിടെ ആളുകളെ ബീഫ് വായിൽ കുത്തിക്കയറ്റുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സിനിമ ഇപ്പോൾ എന്തായാലും താൽക്കാലികമായി അതിൻ്റെ ചിത്രീകരണമല്ല റിലീസ് തടഞ്ഞിരിക്കുന്നു. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? സാർ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ പൊതുവേദി തുടങ്ങിയത് മുതലേ സാറ് പറയുന്നുണ്ട് കേരളം മെച്ചപ്പെട്ടതാണ്, ഭൂരിഭാഗം മതേതരവാദികളാണ് എന്നൊക്കെ സാറ് പറയുന്നുണ്ട്. അത് ഞാനും സമ്മതിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കേരള സ്റ്റോറി കണ്ടാൽ ഉടനെ മറ്റെല്ലാവരും ഈ വരി പറയുന്ന കളവുകൾ അങ്ങ് വിശ്വസിച്ച് നാളെ ആ കളവിന്റെ പിറകെ അങ്ങ് പോകുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഒരു ഭയമുണ്ട് സാർ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സാർ ഒരു സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാറ് പറയുന്നു കേരളത്തിൽ വിദ്യാസമ്പന്നരാണ്, മതേതരവാദികളാണ് 75, അതായത് പൂർവാധികം ആൾക്കാർ. അതും ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ഒരു സിനിമ കണ്ടിട്ട് ബീഫ് അങ്ങനെ കുത്തി കയറ്റുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിഭാഗം അങ്ങ് അതിന്റെ പിറകെ അങ്ങ് പോകുന്ന ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ അജണ്ട ഉണ്ട് സാർ. അല്ലെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത്? അത് നോർമലായി സിനിമ പോലെ വിട്ടാ പോരെ? കേരളത്തിലെ ജനങ്ങൾ ഭൂരിഭാഗവും മതേതരവാദികളല്ലേ? അവർക്കൊക്കെ അറിയില്ലേ ഇവിടെ ആരെയും വായിൽ ബീഫ് കുത്തി തിരികുന്നില്ല എന്ന്? പിന്നെ എന്തിനു ഈ ചർച്ച ചെയ്ത് ഈ അലോസരം ഉണ്ടാക്കുന്നത്? അതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പാക്കട്ടെ, അത് ആ ജനങ്ങൾ വിലയിരുത്തട്ടെ. സാറിപ്പം പറഞ്ഞു ചർച്ച തുടങ്ങിയ മുതലേ സാറ് പറയുന്നു കേരളം മതേതരവാദികളാണ്, ഇതിനൊന്നും വിലപ്പോയില്ല, ഇതൊന്നും വിലപറ്റില്ല, കേരളത്തിലുള്ളവർക്ക് വിദ്യാസമ്പന്നരാണ്, എല്ലാവർക്കും ഇതറിയാം, ബീഫ് കുത്തിക്കയറ്റ്. പിന്നെ സാറ് പറഞ്ഞ ബീഫ് കുത്തുന്ന്, ദളിതനെ ബലാത്സംഗം ചെയ്യുന്നു, ഇതൊക്കെ അങ്ങനെ പറഞ്ഞിങ്ങനെ പരത്തുവാണെന്ന്. ഒരു സിനിമയിൽ കൂടി അങ്ങനെ പരത്തിയ കേരളത്തിലെ ഭൂരിഭാഗം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.